മോർണിംഗ്. നമുക്കിന്നൊരു പഴങ്കഞ്ഞിക്ക് എടുത്ത് വെച്ചേക്കുവാണ്. നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ ഈ നല്ല ഇതാണ് പഴങ്കഞ്ഞിയുടെ ഈ വെള്ളം. നമ്മൾ തലേന്ന് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച് വറ്റിയ വെള്ളമോ പച്ചവെള്ളമോ ഏതാണെന്ന് വെച്ചാൽ, പച്ചവെള്ളമൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കണേ, ഒഴിച്ചിങ്ങനെ ഇതുപോലെ വെച്ചേക്കണം. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഇങ്ങനെ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞിട്ട് വെക്കണേ. അരിഞ്ഞിട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം ഊറ്റി കുടിക്കുന്നത് ഭയങ്കര ഗുണമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. വെള്ളവും നമുക്കിപ്പോൾ ഇതിപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ നമ്മൾ വെച്ചേക്കുക, ഇതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. നമുക്കതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി പയർ മെഴുക്ക് വറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തലേന്ന് മീൻ കറിയുണ്ട് കണ്ടോ, തലേന്നത്തെ മീൻ കറി നമ്മളിങ്ങനെ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അവിടുത്തെ കാപ്പിക്ക് വേണ്ടി കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരി ഉണ്ട്, തൈരുണ്ട്. ഇതെല്ലാം കൂട്ടി നമുക്ക് ഈ പഴങ്കഞ്ഞി കുടിച്ചാൽ ഭയങ്കര സൂപ്പറാണ്, നല്ല ഗുണമാണ് പഴങ്കഞ്ഞി. അതിൽ ഈ ഉള്ളി അരിഞ്ഞിട്ടത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്. ഈ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഗുണം മൊത്തം ഇതിൽ ഇറങ്ങണം. നന്നായിട്ട് ചെറിയ ഉള്ളി കഴുകണം. ചെറിയ ഉള്ളി ഒരുപാട് വളമൊക്കെ ചെയ്താണ് ചെറിയ ഉള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ചോറിലേക്ക് ഇട്ടിട്ട് വെക്കണം. തലേന്ന് ഇട്ട് വെച്ചിട്ട് രാവിലെ ഇപ്പോൾ നമ്മളൊരു ചട്ടിയിലോ പാത്രത്തിലോ ഇത് എടുത്തിട്ട് കുറച്ച് തൈര്, ഉപ്പ്, വേണമെങ്കിൽ നമുക്കൊരു പച്ചമുളക് കൂടി അതിനകത്തിടാം. അപ്പോൾ കാന്താരി ആണെങ്കിൽ ഈ കാന്താരി നല്ലതാണ് നമുക്ക് ഈ പഴങ്കഞ്ഞി കുടിക്കുക. ഞാൻ അന്ന് കാണിച്ചതാണ്, ഉപ്പിലിട്ട് ഞാൻ വെച്ചതാണ്. ഇതിപ്പോൾ 10, 30, 40 ദിവസമായതാണ്. ഇതിനിപ്പോൾ ഒട്ടും ഇതില്ല, ഒട്ടും എരിയില്ലാത്ത കാന്താരി മുളകാണ്. അത് ഇതിനകത്ത് ഒരേ രീതിയിൽ നമ്മൾ കഴുകിയിട്ട് ഈ കാന്താരി മുളക് കഴുകിയിട്ട് ഇതുപോലെ കുപ്പിക്കകത്തിട്ടിട്ട് നമ്മൾ ഒരുപോലെ വിനാഗിരി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് വെച്ച് അടച്ചു വെച്ചതാണ്. ഇത് നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ നല്ലതാണ്. നല്ലൊരു പഴങ്കഞ്ഞിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. താങ്ക് യു.